ഹലോ സുഹൃത്തുക്കളെ, ഇതാണ് ഇന്ന് വെക്കാൻ പോകുന്ന തോരൻ. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ചീരയ്ക്ക് കുറേ പേരുകൾ പറയുന്നുണ്ട്. ചിലർ ചിക്രുമാനീസ് എന്ന് പറയുന്നുണ്ട്, താപസി മുരിങ്ങ എന്ന് പറയുന്നുണ്ട്, പിന്നെ വേറെയുണ്ട് പേര്, ഇംഗ്ലീഷ് ചീര, ഇങ്ങനെ പലത്. കറിവേപ്പിൻ്റെ ഇല പോലെ ഇരിക്കുന്ന ഈ ചീര, ഇത് പക്ഷേ ഒരു കാലത്ത് ഇത് കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാവുമെന്ന് ആരൊക്കെയോ പറഞ്ഞിട്ട് ഒരുപാട് വീടുകളിൽ ഇത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോരനാണ് ഇന്നുണ്ടാക്കുന്നത്. അതെങ്ങനെയാന്ന് കാണിക്കാം. മധുരച്ചീര എന്ന് ഒരു പേരുണ്ട് കേട്ടോ, മധുരച്ചീര. കാരണം ഈ ചീരയ്ക്ക് ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട്. അപ്പോൾ നന്നായി, ചിലപ്പോൾ ഇതിൻ്റെ ഈ ഇലയുടെ അടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ജീവികൾ മുട്ട ഇട്ടിട്ടുണ്ടാവും, അതങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായി നോക്കി ഊരി കഴുകിയെടുക്കണം. ഈ ഊരി വെച്ച ഇല നന്നായി കഴുകിയെടുക്കണം. മാറാലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നുള്ള നല്ല വൃത്തിയിൽ നോക്കണം. ഇത് കറിയും വയ്ക്കും, നമ്മളിപ്പോൾ തോരനാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റാണിത്. നമ്മൾ മരുന്നടിച്ച കീടനാശിനിയൊക്കെ അടിച്ച പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നേക്കാളും എന്തായാലും നല്ലതല്ലേ ഇതുപോലുള്ള സാധനങ്ങൾ. ഇതിപ്പോൾ നമ്മൾ നൈസായിട്ട് അരിഞ്ഞെടുത്തു. പക്ഷെ കുറച്ചുകൂടെ നൈസായിട്ട് അരിയേണ്ടതായിരുന്നു. പക്ഷെ അപ്പോഴേക്കിൻ്റെ മുറിവ്, വിരലിനൊരു മുറിവ് പറ്റി. ചില ആളുകളിത് ഊരിയതിന് ശേഷമാണ് കഴുകുക, ചിലർ ഊരുന്നതിന് മുന്നേ കഴുകിയിട്ട് അരിയുന്ന സമയത്താണ് ഇത് ഊരിയെടുക്കുക. ഞാൻ പക്ഷേ ഊരിയെടുത്തിട്ടാണ് കഴുകിയത്. അങ്ങനെയാണ് അരിഞ്ഞു വെച്ചത്. ഒന്നുകൂടെ നൈസായിട്ട് അരിയണം ശരിക്കും, കാരണം ഇതിന് നല്ല വേവുണ്ട് ഈ ചീരയ്ക്ക്. ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചീര നേരത്തെ അരിഞ്ഞു വെച്ചത്. പിന്നെ ഒരു അരമുറി നാളികേരം ഉണ്ടായിരിക്കും ഇത്. ഉള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുക്കും, എനിക്ക് ഉള്ളി നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് വേണമെങ്കിൽ ഇതിനകത്ത് വെളുത്തുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ ഒരു ചുവന്ന മുളക്, ഇതൊരു 7 ഉണ്ട്. പിന്നെ ഞാൻ എരിവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കാന്താരി ഇഷ്ടമുള്ള ആളുകൾക്ക് കാന്താരിയോ അല്ലെങ്കിൽ പച്ചമുളകോ ആഡ് ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇനി ഇത് നാളികേരം, ഈ മുളക്, ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നാളികേരം ജാറിലേക്ക് ഇടുകയാണ്. പിന്നെ ഈ ഉണക്കമുളക്, പിന്നെ ഈ കാന്താരി മുളക്, ഇതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇട്ടാൽ മതി ഉള്ളി, അല്ലെങ്കിൽ ഉള്ളി വല്ലാതെ അരഞ്ഞു പോകും. ഇതുപോലെ ഒന്ന് ക്രഷ് ആയതിനു ശേഷം ഇനി ഉള്ളി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് ഈ ഇല ഇതിലേക്ക് ഇട്ടു. വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇല ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ നേരത്തെ ക്രഷ് ചെയ്തപ്പോൾ കണ്ടില്ലേ, ഉള്ളി ചെറുതായിട്ട് ഉള്ളിയുടെ കഷ്ണം കാണാം. അതുകൊണ്ടാണ് ഉള്ളി ലാസ്റ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ചതച്ച് വെച്ച ഉള്ളി, തേങ്ങ ഒക്കെ ഇതിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി, കഴിഞ്ഞ് ഉപ്പ്, നമ്മളൊന്ന് ഇളക്കി ചേർക്കാം. ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ ഇലയ്ക്ക് നല്ല വേവുണ്ട്, കുറച്ച് സമയം പിടിക്കും. പ്രത്യേകിച്ച് കുറച്ച് മൂപ്പറ്റിയ ഇലയാണെങ്കിൽ വേവാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കണതിന് വേവുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ, അതുകൊണ്ടാണ് വെള്ളം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ തുറന്ന് നോക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ റെഡിയാണോ എന്നൊക്കെ നോക്കാം. നടക്കി ചേർക്കണം, ഉപ്പ് എല്ലാ ഭാഗത്തും എത്താൻ.
ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കിയാൽ മതി. വീണ്ടും അടച്ചു വെക്കണം. കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവ് തോന്നി എനിക്ക്. ഇളക്കിയുള്ള വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കുക. ഒന്നും കൂടെ വേവേണ്ടതുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം കംപ്ലീറ്റ് പോണ വരെ ഒന്ന് ഫ്ലെയിം ഒന്ന് നീട്ടി കൊടുത്തിട്ട് മതി. എനിക്കിവിടെ വെള്ളം ഒക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. മധുരച്ചീര തോരൻ. ഓക്കെ, താങ്ക് യു.